ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാൻ ഇന്നിവിടെ ഒരു സ്പൈസി ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെക്കണം. അതിന് ഞാൻ കറിക്ക് ഉപയോഗിക്കുന്ന പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള പച്ചരി എന്നിവ രാത്രി കുതിരാൻ വെക്കണം. എന്നിട്ട് രാവിലെ നല്ലോണം അരച്ച് എടുത്തതിന് ശേഷം അപ്പം തന്നെ ചുട്ടെടുക്കുന്നതാണ്. ഇത് മാവ് നമ്മൾ പുളിക്കാൻ പാടില്ല. ഇതിനുള്ള പരിപ്പ് അധികം അരയാൻ പാടില്ല, അതൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരയാൻ പാടില്ല. ഉഴുന്നുപരിപ്പും അരിയും നല്ലോണം അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പച്ചരി അരയ്ക്കുമ്പോൾ 1 കപ്പ് ചോറ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളി, അരിഞ്ഞു വെച്ച കരിവേപ്പില, ഒരു നുള്ള് കായപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ചൂടായ തവയിൽ മാവ് ഒഴിച്ച് നന്നായി പരത്തി ചുട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ദോശയുടെ മേലെ പുരട്ടാൻ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണയേക്കാൾ നല്ലെണ്ണ പുരട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ സ്പൈസി ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേക കറികളൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. ഇത് തനിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ.